നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഉറുഗ്വായ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ റോഡ്രിഗോ ഡിബോൾ കളിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ നടന്ന അർജൻറ്റീന അണ്ടർ 20 ടീം വേഴ്സസ് അർജൻറ്റീന സീനിയർ ടീം ഫ്രണ്ട്ലി മത്സരം, അത് ബാഹിയ ബ്ലാങ്കയിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി നടത്തിയ മത്സരമാണ്. ആ കളിയിൽ റോഡ്രിഗോ ഡിബോൾ കളിച്ചിരുന്നു. കളിക്ക് ശേഷം റോഡ്രിഗോ ഡിബോൾ പറയുന്നുണ്ട്, ബ്രസീലിനെതിരെയുള്ള കളിക്ക് ഞാൻ അവൈലബിൾ ആണ്. പിന്നെ കളിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത് കോച്ചിങ് സ്റ്റാഫാണ്. ഉറുഗ്വായ്ക്കെതിരെയുള്ള കളിയാണോ ബ്രസീലിനെതിരെയുള്ള കളിയാണോ യഥാർത്ഥ ക്ലാസിക്കോ എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു സംശയവും വേണ്ട, ബ്രസീലിനെതിരെയുള്ള കളി വേറെ ലെവൽ കളിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അവൈലബിൾ ആണ്, ബ്രസീലിനെതിരെ കളിക്കാൻ ഞാൻ അവൈലബിൾ ആണ്. ഇൻ ദി എൻഡ് തീരുമാനമെടുക്കേണ്ടത് കോച്ചിങ് സ്റ്റാഫാണ്. ബട്ട് ഐ ആം അവൈലബിൾ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. ഓൾറെഡി ബ്രസീലിനെ പലതവണ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്ക് ചൊവ്വാഴ്ച ആ കളി കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഴ്ചയാണ് ഈ മത്സരം അർജൻറ്റീനയിൽ നടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെയാണ് ഈ കളി നടക്കുക. പിന്നെ ബ്രസീൽ അർജൻറ്റീന മത്സരത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരമല്ല, ഉറുഗ്വായ് അർജൻറ്റീന അല്ല ബിഗ്ഗസ്റ്റ് ക്ലാസിക്കോ. അത് റിയൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ മത്സരമാണ്. ലോകം മുഴുവനും കാത്തിരിക്കുന്ന മത്സരമാണത്. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന മത്സരമാണ്. ദേശീയ ടീം റിവൽറികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഹിസ്റ്ററിയുള്ള ഒരു മത്സരമാണ് ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം. സോ ട്യൂസ്ഡേയിലെ മത്സരം ഒരു സ്പെഷ്യൽ പോരാട്ടമായിരിക്കും എന്ന് തന്നെ ഇപ്പോൾ റോഡ്രിഗോ ഡിബോൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ ഫുട്ബോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നൊരു പോരാട്ടമാണ്. എത്ര ഡെർബി പോരാട്ടങ്ങൾ, ക്ലാസിക്കോ പോരാട്ടങ്ങൾ ഫുട്ബോൾ ലോകത്തുണ്ട്. പക്ഷെ അതിലൊക്കെ ഏറെ വ്യത്യസ്തവും ഏറെ വീറും വാശിയുമുള്ള പോരാട്ടമാണ് ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം. ആ കളി കളിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ റോഡ്രിഗോ ഡിബോൾ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.